ഹായ്, നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആവർത്തിച്ച് വരുന്ന ഒരു വീഡിയോ, ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു SMC പ്രവർത്തകൻ ഭഗവത്ഗീതയെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവന, ഒരു പ്രസംഗം, അത് പച്ചത്തെറിയാണെന്നും അതിനെക്കുറിച്ച് അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും കൗരവരെയും പാണ്ഡവരെയും ഒക്കെ കുറിച്ചൊക്കെ ഹാസ്യാത്മകമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അത് കേട്ട് ചിരിക്കുന്നവരും ഒക്കെയുണ്ട്, അതിനെക്കുറിച്ച് വിമർശിക്കുന്നവരുണ്ട്, ആ വീഡിയോയെ അപലപിക്കുന്നവരുണ്ട്, അത് തെറ്റാണ് എന്ന് ഉദാഹരണ സഹിതം പറയുന്നവരുമുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണ പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇത് പറഞ്ഞു പോവുകയാണ്. കാരണം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ധനുഷ് എന്ന് പറയുന്ന ABC മലയാളത്തിൻ്റെ ഒരു അവതാരകൻ കഴിഞ്ഞ ദിവസം ഈ ടോമി സെബാസ്റ്റ്യനെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. ഈ വിഷയമായിരുന്നു അദ്ദേഹം എടുത്തത്. ആദ്യമേ ടോമി സെബാസ്റ്റ്യൻ പറയുന്നത്, ഞാൻ ഒരു യുക്തിവാദിയല്ല, യുക്തിവാദികളൊക്കെ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ ഞാൻ യുക്തിവാദിയല്ല, എന്നെ യുക്തിവാദി എന്ന് വിളിക്കരുത്, ഞാനൊരു SMC പ്രവർത്തകൻ മാത്രമാണ്, യുക്തിവാദവും എൻ്റെ പ്രവർത്തനവും രണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തിൽ യുക്തിവാദികളും ഈശ്വരവിശ്വാസത്തെ ബുദ്ധിപൂർവ്വം വിമർശിക്കുന്നവരും അതിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ട് വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ട്. യുക്തിവാദി ആയ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഭാഗവതം എന്ന് പറയുന്ന കൃതി പൂർണ്ണമായും വായിച്ചിട്ടില്ല, അതിൻ്റെ ചില കഥകൾ അവിടെ ഇവിടെയും വായിക്കുകയോ കേൾക്കുകയോ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതായത് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ബാലരമ, പൂമ്പാറ്റ തുടങ്ങിയ അമർചിത്ര കഥകളിൽ വരുന്ന കഥകളോ, ക്ലാസ്സിൽ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന ചില കഥകളോ, മഹാഭാരതത്തെക്കുറിച്ചോ രാമായണത്തെക്കുറിച്ചോ ഒക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. അത് വച്ചിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എന്ന് ആ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. അത് കൂടുതൽ വെളിവായത് ഈ ധനുഷിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ്. അദ്ദേഹം അപ്പോഴും ആവർത്തിക്കുകയാണ്, അതായത് നമ്മുടെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും അവരെല്ലാവരും ഇങ്ങനെ ആവർത്തിച്ച് തർക്കിക്കുന്ന ഒന്നുണ്ട്, പാണ്ഡവരാണോ കൗരവരാണോ, ആരാണ് ന്യായത്തിൻ്റെ പക്ഷം നിൽക്കുന്നത്, അവകാശം യഥാർത്ഥത്തിൽ രാജ്യാവകാശം കൗരവർക്കല്ലേ, പാണ്ഡവർ പാണ്ഡവൻ്റെ മക്കളാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൊച്ചു ക്ലാസ്സുകളിൽ ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുകയും അതിന് തൃപ്തികരമായ ഒരു മറുപടിയിൽ അവർ എത്തുകയും ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതിൽ യുക്തിപരമായിട്ടുള്ള നിരവധി കാര്യങ്ങളൊക്കെ നടത്തി വ്യാഖ്യാനിക്കുന്ന സമയത്താണ് ഇദ്ദേഹം, ഈ ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന SMC പ്രവർത്തകൻ, ഇതിനെ എടുത്തുകൊണ്ട് ഒരു പുതിയ വാദവുമായിട്ട്, പച്ചത്തെറിയാണ് ഭാഗവതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഇപ്പം ധനുഷ് ചോദിക്കുന്നുണ്ട്, അതിൽ ഭ്രാന്ത്, നിങ്ങൾ പറഞ്ഞല്ലോ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നീ പോയി ഇവരെയൊക്കെ യുദ്ധം ചെയ്ത് കൊല്ലൂ എന്ന് പറഞ്ഞല്ലോ, അതിൽ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു ഭഗവത്ഗീതയിലുള്ള ഒരു ഉദാഹരണ സഹിതം ഒരു ശ്ലോകം ചൊല്ലിയിട്ട് ഇതിൽ ഭ്രാന്ത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു മറുപടി, അതിൽ മതിഭ്രമം എന്ന് പറയുന്നുണ്ടല്ലോ, മതിഭ്രമം എന്ന് പറയുന്നത് ഭ്രാന്തല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ഭ്രമം എന്ന് പറയുന്നതിന് ഭ്രാന്ത് എന്നുള്ള അർത്ഥം നൽകി അദ്ദേഹം വ്യാഖ്യാനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് പിഴച്ചു. ഈ ഭ്രമിക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. വിഭ്രാന്തി, സ്ഥലജലഭ്രാന്തി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്കുകളുണ്ട്. അത് ഭ്രാന്തെന്ന് പറയുന്ന ഒരു അസുഖമോ, ഒരുത്തൻ്റെ ചിത്തഭ്രമം എന്ന് പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന വട്ട്, ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല ടോമി സെബാസ്റ്റ്യൻ മതിഭ്രമം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങ് ഇത്തരത്തിലൊരു വ്യാഖ്യാനം ഉപയോഗിക്കില്ലായിരുന്നു. അങ്ങനെ താൻ പറഞ്ഞതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. പുരാണങ്ങൾ വിമർശനത്തിന് അതീതമാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും, ഏത് മതത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളെയും ഒക്കെ വിമർശിക്കുന്നവരുണ്ട്, ഇല്ല എന്നുള്ളതല്ല. ഹിന്ദു പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഒക്കെ വിമർശനം എന്ന് പറയുന്നത് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീരാമനെ പോലും കണക്കറ്റ് വിമർശിച്ചുകൊണ്ടാണ് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസത്തിലെ നിരവധി കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് ഫസക്ക് എന്നും തലാഖ് എന്നും ഒക്കെ പേരിലുള്ള നാടകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളത് വളരെ മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള അത്ഭുതത്തോടെയാണ് അതിനെയൊക്കെ നോക്കിക്കണ്ടത്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറവ് എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ആവർത്തിച്ച് വായിക്കുകയും ഒക്കെ ചെയ്തവരാണ്.
ഇങ്ങനെ വിമർശനങ്ങളോട് അല്ലെങ്കിൽ വിമർശനത്തിനോട് സഹിഷ്ണുത കാണിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൻ്റേതായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും, മലയാളികൾ പ്രത്യേകിച്ചും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് അതിനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വിമർശനം എന്താണോ, വിമർശനത്തിൻ്റെ ഒരു പരിധി എവിടെയാണോ ആ പരിധി ലംഘിച്ചുകൊണ്ട് തെറിവിളിയാണ്, പച്ചത്തെറിയാണ്, പശുവിനെ മേയ്ക്കാൻ പോയി, ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ കല്ലുപുറക്കി എറിഞ്ഞു എന്നിങ്ങനെയൊക്കെയുള്ളൊരു മൂന്നാം കിട എന്നും പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ വീഡിയോ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിമർശനം എല്ലാം ഇപ്പോൾ എന്നിട്ട് ദേവന്മാരെ കുറിച്ചൊക്കെ ഏതോ വീഡിയോയിൽ വന്ന കാര്യങ്ങളൊക്കെ അവിടെയും ഒരു ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് ചാക്യാർ ഇങ്ങനെ ദേവന്മാരെയൊക്കെ വിമർശിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യോത്തരങ്ങൾ. ധനുഷിനോടും എനിക്ക് ആ കാര്യത്തിൽ 100% എതിർപ്പുണ്ട്. കാരണം അദ്ദേഹം തിരുത്തേണ്ടുന്ന സമയങ്ങളിൽ ഈ മനുഷ്യനെ, ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളിനെ, അതേ അർത്ഥത്തിൽ, അദ്ദേഹത്തിന് നല്ല അറിവുള്ളൊരു വ്യക്തിയാണ്, അതേ അർത്ഥത്തിൽ അദ്ദേഹം തിരുത്തിയില്ല. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഞാൻ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ശരി തന്നെയാണ് എന്ന അടിവരയിട്ട് സമർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എല്ലാവരെയും ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് സഹിഷ്ണുതയോടെ നോക്കിക്കാണുന്നവരാണ്. നമ്മൾക്ക് രാമായണവും മഹാഭാരതവും ബൈബിളും ഖുറാനും ഈസോപ്പ് കഥകളും വിക്രമാദിത്യൻ കഥകളും ഒക്കെ നമ്മൾ ഓരോരോ സന്ദർഭങ്ങളിൽ അതിലെ ഓരോ അംശങ്ങൾ ഉദാഹരണമായി എടുത്ത് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഈ കൃതികളിലെയൊക്കെയുള്ള ഓരോ വാക്യങ്ങളെടുത്ത് നമ്മൾ ഉപയോഗിച്ച് അതിനെ ഒപ്പം ഒരുപോലെ ചേർത്ത് പിടിക്കുന്നവരാണ്. വിശ്വാസമനുസരിച്ച് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നിനോട് ഒരു പ്രത്യേകത കാണും. ഞാനൊരു ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ രാമായണത്തിനോടും മഹാഭാരതത്തിനോടും കൂടുതൽ താല്പര്യം കാണും. അതുപോലെ തന്നെ ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് കുട്ടിക്കാലത്ത് തന്നെ പള്ളിയിൽ അവർ കേൾക്കുന്ന പാഠങ്ങളോ, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഖുറാൻ്റെ ഓത്ത് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാക്യങ്ങളോ വെച്ചിട്ട് അദ്ദേഹത്തിന് ഖുറാനിൽ കൂടുതൽ ആഴത്തിലുള്ള അറിവ് കാണും. സൺഡേ സ്കൂളിൽ പോകുന്നവർക്ക് ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിവ് കാണും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള ആ കഥകളെയൊക്കെ മറ്റ് കഥകളുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുന്നതിലോ അതിനെക്കുറിച്ച് തട്ടി ചിന്തിക്കുന്നതിലോ കുഴപ്പമില്ല. പക്ഷേ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, പറമ്പിൽ പശുവിനെ മേയ്ക്കാൻ പോയപ്പോൾ ഒരു കല്ല് പുറക്കി എറിഞ്ഞിട്ട് ഓടി യുദ്ധത്തിന് എന്നപ്പോൾ പറഞ്ഞു ഇന്ന് അടിച്ച് പിറുത്ത് കളയുമ്പോൾ എല്ലാത്തിനും കൊല്ലു, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു യുക്തിവാദിക്കോ, അദ്ദേഹം യുക്തിവാദിയല്ല, ഒരു SMC പ്രവർത്തകനെന്ന് പറയുന്നുവെങ്കിൽ, അതാണെങ്കിൽ മിസ്റ്റർ ടോമി സെബാസ്റ്റ്യൻ, താങ്കൾക്കത് ചേർന്നതല്ല. തീർച്ചയായിട്ടും താങ്കൾ അത് തിരുത്തും എന്നാണ് വിചാരിക്കുന്നത്. താങ്കളുടെ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ തിരുത്തുകയേ ഇല്ല, എൻ്റെ ശരിയാണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ്. താങ്കൾക്കൊരു അബദ്ധം പറ്റിപ്പോയി പ്രസംഗത്തിനിടയിൽ. ഇപ്പോൾ കുറച്ചുപേരെ, കൂടുതൽ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ രസകരമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റാമല്ലോ, അങ്ങനെ വിചാരിക്കും. പക്ഷേ അതല്ല എന്നാണ് താങ്കൾ ഇപ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാ മതത്തിലും നമുക്ക് ചൂഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കഥകളെ, ഒരുപാട് സന്ദർഭങ്ങളെയൊക്കെ നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. താങ്കൾ ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്. അപ്പോൾ ബൈബിളിലുള്ള എത്രയോ വാക്യങ്ങളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ തമാശയ്ക്ക് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്, ഉള്ളവനില്ലാത്തവന് കൊടുക്കുക എന്നിങ്ങനെയൊക്കെ യേശു പറഞ്ഞതിനെക്കുറിച്ചൊക്കെ പല കഥകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ കഥകൾ താങ്കൾ പറഞ്ഞ ഭാഷയിൽ മോശമായൊരു അർത്ഥം കൂടി നൽകിയൊന്ന് വ്യാഖ്യാനിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവർ പഠിച്ചിട്ടുള്ള, അവർ കേട്ടിട്ടുള്ള കഥകളെ ഇഷ്ടപ്പെടാനും അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ അവരുടേതായിട്ട് ചേർത്ത് പിടിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. മതേതരത്വ രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെയുള്ള പ്രസംഗങ്ങളാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് താങ്കൾ ഇനിയെങ്കിലും ഇത്തരം വേദികളിൽ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. സത്യം മനസ്സിലാക്കി ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. കഥകളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വന്ന കഥകളൊക്കെ ഈ കാലത്ത് നമ്മളിരുന്ന് പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം 100 വ്യാഖ്യാനങ്ങൾ നൽകി അവ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. പ്രത്യേകിച്ചും അത് ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിലുണ്ട്. അത് നാടകമായിട്ടും സിനിമയായിട്ടും കഥയായിട്ടും കവിതയായിട്ടും നോവലുകളായിട്ടും ഒക്കെ വരികയും ഒരുപാട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ അതിനെ പലതരത്തിൽ എഴുതി വ്യാഖ്യാനിച്ച് അവാർഡുകളൊക്കെ നേടുകയും ചെയ്തു. രാമായണത്തിൽ തന്നെ ശ്രീരാമനെ നായകനായും രാവണനെ ഒന്നാന്തരം വില്ലനായും കാണുമ്പോൾ CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ആ നാടകം നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ രാവണനെ നമ്മൾ ആരാധിക്കും. അതൊരു കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയാണ്.
അവിടെയൊക്കെ സഭ്യമായ ഭാഷയിലാണ് രാവണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കൊണ്ട് CN ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന എഴുത്തുകാരൻ സംസാരിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒരിക്കലും ഒരു മോശപ്പെട്ട വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുകൂടി താങ്കൾ മനസ്സിലാക്കണം. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത്തരം പുസ്തകങ്ങളൊന്ന് നോക്കണം. ദുര്യോധനനെ നമ്മൾ വില്ലനായിട്ട് കാണുമ്പോൾ ദുര്യോധനനെ നല്ല കഥാപാത്രമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നൂറ് ഉദാഹരണങ്ങൾ കുട്ടിക്കൃഷ്ണമാരാർ തൻ്റെ ഭാരതപര്യടനം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ, പുരാണങ്ങളെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ വിമർശനാത്മകമായിട്ട് രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ സമീപിച്ചിട്ടുള്ള കൃതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിന്താവിഷ്ടയായ സീതയാണെങ്കിൽ കൂടി രാമനെ ഇത്രയും കണക്കറ്റ് അല്ലെങ്കിൽ ഇത്രയും മുൻമുലയിൽ നിർത്തി വിമർശിച്ച മറ്റൊരു കവി ആധുനിക കവികളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ വിമർശനങ്ങളെല്ലാം ആവാം, പക്ഷെ അതിനൊക്കെ ഒരു സഭ്യതയുണ്ട്, ഒരു മാന്യതയുടെ അതിർവരമുണ്ട്. അത് വിട്ടാൽ എല്ലാവർക്കും ഒരു വിഷമമാകും. അത് അങ്ങ് ഓർമ്മിക്കണം. ഇനിയെങ്കിലും ഇതിന് ഇപ്പോൾ ഇങ്ങനെ പ്രസ്താവിച്ചതിന് അങ്ങൊരു തിരുത്ത് നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇത്രയും പറയേണ്ടി വന്നു. ഇതൊരിക്കലും ഒരാളെയും പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെയും വിഷമിപ്പിക്കാനോ അല്ല. ഇത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. നന്ദി, നമസ്കാരം.